കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 2.59 കോടിയോളം തീർത്ഥാടകർ കേരളത്തിലെത്തി. ടൂറിസം രംഗത്ത് പിന്നിലായിരുന്ന മലബാർ മേഖലയിലും ഈ വർധനവ് പ്രതിഫലിച്ചു. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കാടുപിടിച്ചു കിടന്ന പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസുകളെല്ലാം നവീകരിച്ചു. ഗസ്റ്റ് ഹൌസ് ബുക്കിംഗിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഈ ഇനത്തിൽ സർക്കാരിന് 30 കോടിയുടെ വരുമാനം ലഭിച്ചു. ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിൽ സാധാരണക്കാരന് മുറി ലഭിക്കുന്ന സംവിധാനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം എണ്ണം സഞ്ചാരികൾ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന വർഷം 2025 2024 28,95,002 സഞ്ചാരികളാണ് അധികമായി വന്നത്. ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ കുതിപ്പാണുണ്ടായി. വിദേശ സഞ്ചാരികൾ കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ വലിയ നിലയിലേക്ക് വർദ്ധിച്ചു വന്നു. ഒരു വർഷം കൊണ്ട് 11.5% വിദേശ സഞ്ചാരികൾ കേരളത്തിൽ വർദ്ധിച്ചു. ഇതിൽ ഓരോ ജില്ലയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിൽ മലബാറിലെ 3 ജില്ലകൾ ആദ്യ 6 സഞ്ചാരികൾ ഏറ്റവും അധികം വന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. പൊന്നാനി ആൽത്തറ മമ്മിയൂർ റോഡിന് 10 കോടി അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. N.K. അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ V.K. വിജയൻ, K.V. അബ്ദുൽ ഖാദർ, T.T. ശിവദാസൻ, കൗൺസിലർമാരായ V. അനൂപ്, ആതിര രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. 50 സെന്റ് സ്ഥലത്ത് 31.95 കോടി രൂപ ചെലവഴിച്ച് 56 മുറികളോടുകൂടിയാണ് അതിഥി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്.